താങ്ക് യു. എടോ സേതു, എന്തായടോ തന്റെ പ്ലാനൊക്കെ? പറയൂ. നിങ്ങൾ കരുതുന്ന പോലെ ഇതിന്റെ എല്ലാത്തിന്റെയും പിന്നിൽ പുരുഷോത്തമനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാളൊരു ഡമ്മിയാണ്. ഇതിന്റെ എല്ലാം കീ ഈ ഫയലിൽ കാണുന്ന സ്ത്രീയാണ്. ആ സ്ത്രീ ആരാണ്, എന്താണ്, എവിടെയാണ്, നോ ഇൻഫർമേഷൻ. സാർ, ഈ പെൺകുട്ടിയുടെ കാര്യമായ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഈ പെൺകുട്ടി ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഏരിയയുടെ ഡീറ്റെയിൽസ് തന്നിട്ട് എന്നോട് പോയി അന്വേഷിക്കാനാണ് പറഞ്ഞത്. പുരുഷോത്തമൻ സാർ തന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ഈ പെൺകുട്ടി താമസിച്ചിരുന്നു എന്ന് പറയുന്ന സ്ട്രീറ്റിൽ ഞാൻ പോയിരുന്നു. അപ്പോൾ ആ സ്ഥലത്തുള്ളവർ പറഞ്ഞ് ഇങ്ങനെ ഒരു പെൺകുട്ടി അവിടെ കണ്ടിട്ടേ ഇല്ലെന്നാണ്. ആ സ്ത്രീയാണ് നമ്മുടെ ടാർഗറ്റ്. പുരുഷോത്തമന്റെ ബിസിനസ്, കടത്ത്, ബിനാമി എല്ലാത്തിൻ്റെയും പിന്നിൽ ആ സ്ത്രീയാണ്. അവരെ പിടികിട്ടിയാൽ പുരുഷോത്തമനൊക്കെ താനെ വരും. എനിക്ക് തോന്നുന്നത് ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ കളികൾ നടക്കുന്നുണ്ടെന്നാണ് സാർ. പുരുഷോത്തമൻ സാർ സീക്രട്ടായിട്ട് അന്വേഷിക്കണം എന്ന് പറഞ്ഞ കാരണം കൊണ്ട് എനിക്കൊരു പരിധി കൂടുതൽ കാര്യങ്ങൾ കളക്ട് ചെയ്യാൻ പറ്റിയില്ല. ഈ പെൺകുട്ടി ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന വീട്ടിൽ ഞാൻ പോയി അന്വേഷിച്ചായിരുന്നു. പക്ഷെ ആ വീട്ടുകാരൊട്ടും കോപ്പറേറ്റീവ് അല്ല. പിന്നെ എനിക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഈ വിഷയം ലീക്കാവാതെ നിങ്ങൾ നോക്കണം, മീഡിയ പ്രത്യേകിച്ച്. ഒരു പേഴ്സണൽ കൺസേൺ കാരണം എനിക്ക് ഈ കേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഇത് ക്ലിയർ ചെയ്യുന്നതുവരെ മറ്റെല്ലാ കേസും തൽക്കാലം മാറ്റിവെച്ചേക്കണം. ഓക്കെ? ഈ അസൈൻമെന്റ് തീരും വരെ ആരെങ്കിലും എൻ്റെ കുറുകെ വന്നാൽ അവനെ ഞാൻ പൂട്ടും.